ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസാ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകാനായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. റോസ് ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവാൻ പഴത്തൊലി ഒരു മികച്ച ജൈവ വളമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം എന്നിവ റോസ് ചെടികളുടെ വേരുകൾ ബലപ്പെടാനും ധാരാളം പുതിയ മൊട്ടുകൾ വരാനും സഹായിക്കും. ഈ പഴത്തൊലി പ്രധാനമായും 4 രീതികളിൽ റോസ് ചെടികൾക്ക് നൽകാം. ഒന്നാമത്തെ രീതി, ഈ പഴത്തൊലി ലിക്വിഡ് ഫെർട്ടിലൈസറായി ഉപയോഗിക്കാം. ഈ പഴത്തൊലി നേരിട്ട് മണ്ണിലിടുന്നതിനേക്കാൾ ചെടികൾ വേഗത്തിൽ വലിച്ചെടുക്കുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസറായി കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു 2-3 പഴത്തൊലി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3-4 ദിവസം അടച്ചു സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ ഈ പഴത്തൊലി നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ പഴത്തൊലി ഇട്ട് വെച്ച് അതിലോട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് ഒരു 3-4 ദിവസം വെക്കണം. ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ്. ഈ വാഴപ്പഴത്തിൻ്റെ തൊലി മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഒരു 5 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ വാഴപ്പഴത്തിൻ്റെ തൊലി നല്ലപോലെ ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇതിൻ്റെ 1 ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അതേ കണക്കിന് തന്നെ 1 ലിറ്റർ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഫെർട്ടിലൈസർ ഉണ്ടല്ലോ, പഴത്തൊലി ഇട്ട് വെച്ച് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വേസ്റ്റ് നമുക്ക് വലിച്ചെറിയേണ്ട, ഇത് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം. മണ്ണ് ചെറുതായി നീക്കി അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് മൂടി കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതി നേർപ്പിച്ച് വേണം ഇത് നമ്മുടെ റോസാ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് റോസ് ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, പച്ചമുളകിനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്, നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാനായിട്ട്. ഇനി നമ്മൾ ഏത് തരം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ചുവട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ റോസ് ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ റോസ് ചെടി വേഗത്തിൽ പൂക്കാൻ സഹായിക്കും. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ പഴത്തിൻ്റെ തൊലി നല്ലപോലെ ഉണക്കിയെടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ മഴക്കാലത്ത് ഏറ്റവും അനുയോജ്യമായ രീതിയാണിത് ചെടികൾക്ക് കൊടുക്കാനായിട്ട്. മുട്ടയുടെ തോട്, അതുപോലെ സവാളയുടെ തൊലി, പഴത്തിൻ്റെ തൊലിയൊക്കെ നല്ല പോലെ ഉണക്കിയെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. എന്നിട്ട് മാസത്തിൽ 2 തവണ നമുക്ക് റോസാ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. റോസിന് മാത്രമല്ല, പച്ചമുളകിനായാലും മറ്റു പൂച്ചെടികൾക്കായാലും ഒക്കെ ഒത്തിരി നല്ലതാണ് ഇതുപോലെ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചാൽ. മഴക്കാലത്ത് നമ്മൾ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഇതുപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കണ്ടോ, പഴത്തിൻ്റെ തൊലി, സവാളയുടെ തൊലി, മുട്ടയുടെ തോടൊക്കെ നല്ലപോലെ ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ഉണങ്ങിയ ടിന്നിലൊക്കെ എടുത്ത് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. മാസത്തിൽ 2 തവണ 2-3 സ്പൂൺ വെച്ച് ചെടികളുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനും ഒത്തിരി നല്ലതാണ് കേട്ടത്. അപ്പം 3-ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ പഴത്തൊലി നേരിട്ട് മണ്ണിൽ ചേർക്കുന്ന രീതിയാണ് അടുത്തതായി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. എന്നിട്ട് ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് നീക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ഈ പഴത്തിൻ്റെ തൊലി ഇട്ട് അതിൻ്റെ മുകളിലോട്ട് മണ്ണ് നല്ലതുപോലെ ഇട്ട് കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് മണ്ണിൽ നേരിട്ട് ചേർത്ത് കൊടുക്കൽ. അപ്പോൾ ഈ ചെടിയുടെ അരികിൽ നിന്നൊക്കെ മണ്ണ് വേരൊന്നും പൊട്ടിപ്പോവാതെ ഇതുപോലെ നീക്കിക്കൊടുത്ത് ഈ കുഴിയിലോട്ട് നമുക്ക് ആ ചെറിയ പീസുകളാക്കി വെച്ച പഴത്തൊലി ഇട്ട് അതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുക്കഴിഞ്ഞാൽ ഉറുമ്പ്, ഈച്ച ഒക്കെ വന്ന് ചെടി ആകെ നശിച്ചു പോകും. മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായി നിലനിർത്തിയാൽ പഴത്തൊലി വേഗത്തിൽ ചീഞ്ഞ് ചെടികൾക്ക് വളമായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ 3-ാമത്തെ ടിപ്സ്. ഇനി 4-ാമതായിട്ട് ഈ പഴത്തിൻ്റെ തൊലി ഉപയോഗിക്കുന്ന രീതിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. റോസിൻ്റെ തൈകളൊക്കെ മാറ്റി നടുമ്പോൾ
നമ്മൾ ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും ഒക്കെ വളങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പേ പഴത്തിൻ്റെ തൊലി ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പൊട്ടി മിക്സൊക്കെ ഇട്ട് തൈകൾ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ചെടിയുടെ വേരൊക്കെ പിടിച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും ആ പഴത്തൊലിയൊക്കെ നല്ലപോലെ ഒരു വളമായി മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ഈ പഴത്തൊലി ഉപയോഗിക്കാനായിട്ട് പറ്റും. ആദ്യം നമുക്ക് പഴത്തൊലി ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ പൊട്ടി മിക്സ് ഇട്ട് അതിലോട്ട് തൈ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെടി വളർന്നു വരുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: പഴത്തൊലി വലിയ കഷ്ണങ്ങളായി ചെടിയുടെ മുകളിൽ വെറുതെ ഇട്ടേക്കരുത്. ഇത് പൂപ്പൽ വരാനും ഉറുമ്പുകളെ ആകർഷിക്കാനും കാരണമാകും. അതുപോലെ ലിക്വിഡ് വളം എപ്പോഴും വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്, മഴയില്ലാത്ത സമയത്ത് കേട്ടോ. ഈ ജൈവവളങ്ങൾക്കൊപ്പം റോസ് ചെടിക്ക് നല്ലതുപോലെ വെയിൽ ആവശ്യമാണ്. ഒരു 5-6 മണിക്കൂർ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും പൂത്ത് കഴിഞ്ഞ കമ്പുകൾ കൃത്യമായി പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ നിങ്ങളുടെ റോസ് ചെടിയിൽ എപ്പോഴും നിറയെ പൂക്കളുണ്ടാവുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഒക്കെയാണ് റോസ് ചെടിയെ പരിചരിക്കാറ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നല്ല അടിപൊളി വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു രൂപ പോലും ചിലവില്ലാത്തതിന് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്ത് വെച്ചാൽ നല്ല രീതിയിൽ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാവുന്നതാണ്. നമ്മൾ ഏത് വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും ചെറുതായിട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.